അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മ മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രിയയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മടങ്ങുന്ന നേരത്ത് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം മണ്ണിൽ കിടന്ന് മരിക്കാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ അച്ഛ, അതിനും ഞാൻ തന്നെ ഒരു കാരണമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ഇനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, വിശ്വേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലാണെങ്കിൽ ശ്രീകാന്ത് അയച്ച ഗുണ്ടകൾ ഒരു ആംബുലൻസ് ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വേദയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുണ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞു, അത് ഈ പെൺകുട്ടിയുടെ കുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. വേദയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പാവം ഈ കുട്ടിയാണ് ഇവിടെ ഉള്ളത്, പക്ഷേ ഈ കുട്ടിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി പ്രസവത്തിൽ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ കഷ്ടമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അരുണ സിസ്റ്റർ പോയിട്ട് വേദയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരാൾ മരിച്ചു പോയി എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അത് കേട്ടതും വേദയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. രാധികയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞായി അല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് മരിച്ച കാര്യം ശ്രീകാന്ത് അറിയാണ്. ശ്രീകാന്ത് അറിഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിക്രത്തെ കൊല്ലാനും ഞാൻ ജയിലിൽ ആളെ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ കുഞ്ഞ് മരിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ചിലപ്പോൾ ഓരോ കേസുകളിലും നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മരിച്ച കുഞ്ഞ് ചിലപ്പോൾ ജീവനോടെ വരാനാണ് സാധ്യത, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ശ്രീകാന്തിന് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. വേദയുടെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നമ്മൾ ഈ ചെയ്യുന്നത് ഒരു കടന്ന കൈയാണ്, നിൻ്റെ കുഞ്ഞാണെന്ന് തരുൺ സാറിൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കും പിന്നീട്, ഇപ്പോൾ പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമാണ് എനിക്ക് വലുത്, ഒരു ജീവനല്ലേ വലുത്, അതുകൊണ്ട് ഇപ്പോൾ പറയേണ്ട, ഞാൻ പിന്നീട് ഒരിക്കലും അത് വിശദീകരിച്ച് കൊടുത്തോളാം, എൻ്റെ സാഹചര്യം പറയുമ്പോൾ സാറിന് മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്. സാറ് നമ്മളെയേ കുറ്റപ്പെടുത്തുള്ളൂ, ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായി എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്ന് ചോദിക്കില്ലേ വേദ, അപ്പോൾ അതൊരു എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് വേണ്ട ഡോക്ടർ പറയുന്നുണ്ട്. പോലീസിൻ്റെ അടുത്ത് അറിയിച്ചാലും എൻ്റെ കുഞ്ഞിന് സുരക്ഷിതത്വം ഉണ്ടാവുമെന്ന് എന്താണ് ഡോക്ടർ ഉറപ്പ്, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പോയിക്കോട്ടെ, ഞാൻ സമാധാനത്തിൽ തരുൺ സാറിൻ്റെ അടുത്ത് പറയാം, എൻ്റെ അവസ്ഥ പറയുമ്പോൾ സാറിന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്. തരുൺ രാധയുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി മേഡം പറയുന്നുണ്ട്, കുഞ്ഞിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, എങ്ങോട്ടും കൊണ്ടുപോകരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയിട്ട് അങ്ങനെ ഒരു ടാറ്റു അടിക്കുന്ന സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് കുഞ്ഞിന് ടാറ്റു അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വിശ്വം മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ വരണം, ഇനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദിനി പറയുന്നുണ്ട്, വിശ്വേട്ടൻ്റെ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, അത് ശരിയായില്ല വിശ്വം, നീ ഒരു ബിസിനസ് നടത്തുന്നതാണ്, നിനക്കൊരു മകളുണ്ട്, അതിനിടയിൽ ഞാനൊരു ബാധ്യതയാവുന്നത് ശരിയല്ല, എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരണോ വേണ്ടിയോ എന്ന് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും പോയിക്കോളൂ, ഇനി ഇവിടെ വേറെ ചടങ്ങുകളൊന്നും ചെയ്യേണ്ടെന്നാണ് കമലയുടെ ആഗ്രഹം, അതുകൊണ്ട് ഇനി അതൊന്നും നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തരുൺ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് നോക്കിയിട്ട് സേതുലക്ഷ്മി മേഡം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാല് കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലേബർ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. തരുൺ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടോ പോയി, എവിടേക്കാണെന്ന് അറിയില്ല, കുറച്ച് നേരമായിട്ട് കണ്ടില്ല, ഞാൻ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകില്ലേ, അപ്പോൾ അത് തരുന്ന് ഭയങ്കര വിഷമമാകും. ഇപ്പം തന്നെ രാധിക മരിച്ചതിൻ്റെ വിഷമത്തിലാണ് തരുൺ, അതുകൊണ്ട് നമ്മൾക്കിത് ഇപ്പം തന്നെ പറയണം. ഡേറ്റ് ഓഫ് ബർത്ത് തയ്യാറാക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും പേരിൽ രാധികയുടെയും തരുണിൻ്റെയും ആയിരിക്കും വരിക, അതൊന്നും ശരിയാവില്ല, പിന്നീട് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, അതുകൊണ്ട് നമുക്ക് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പിന്നീട് ഒരു ദിവസം പറയാം, എല്ലാ സാഹചര്യങ്ങളും നമുക്കത് പറയാം എന്ന് പറയണം, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ നീ എങ്ങനെ കാണും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വരാൻ കുഞ്ഞിനെ നോക്കാനെന്ന രീതിയിൽ, അമ്മ തരുണിൻ്റെ അടുത്ത് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. മോൾക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ സാമീപ്യം ആവശ്യമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആ കുട്ടിയെ കൂടി കൊണ്ടുപോകുക, വേദയെ കൂടി കൊണ്ടുപോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കുഞ്ഞല്ലേ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് തരുൺ ചോദിക്കുന്നുണ്ട്. അതേന്നൊക്കെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ആരുമില്ല, ഹസ്ബൻഡ് ഉള്ളത് എവിടെ പോയെന്നും അറിയില്ല, കുറേ നാളായിട്ട് അയാളെ കാണാനില്ല, അതുകൊണ്ട് ആ കുട്ടി ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.